10,000-30,000 പോസ്റ്ററുകൾ അടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന പേര്. ആ പോസ്റ്ററുകൾ ഇനി ഒട്ടിക്കാൻ പറ്റില്ല. ഇത് മലയാള സിനിമയോട് മാത്രമുള്ള ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് ചില പേരുകൾ ഞങ്ങളുടേതാണ്, ചില ബിംബങ്ങൾ ഞങ്ങളുടേതാണ്, ചില വസ്തുക്കൾ ഞങ്ങളുടേതാണ്, ചില നിറങ്ങൾ ഞങ്ങളുടേതാണ്, അതിന് മറ്റാർക്കും അവകാശമില്ല എന്ന് പറയാതെ പറയുകയാണ്. ഇവിടെ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് സെൻസർ ബോർഡ് കാണിക്കുന്നത് എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. സിനിമയുടെ കണ്ടന്റിൽ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള പരാതികളുമില്ല. പേരിൽ മാത്രമാണ് പ്രശ്നം. 2, ഈ പേരിൽ എന്തുകൊണ്ടാണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല സെൻസർ ബോർഡ്. പലതവണ ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് ഈ പേര് ഇടാൻ പാടില്ല, അതിന് അവർക്ക് ഉത്തരവില്ല. 3, സെൻസർ ട്രെയിലറിന് തന്നു, അതിനെ തുടർന്നാണ് ഞങ്ങൾ ഇത്രയധികം പോസ്റ്ററുകൾ അടിച്ചത്. 10,000-30,000 പോസ്റ്ററുകൾ അടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന പേര്. ആ പോസ്റ്ററുകൾ ഇനി ഒട്ടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ പോസ്റ്ററുകളുടെ ഭാരത എന്ന വാക്ക് മറച്ചുകൊണ്ട് ഞങ്ങൾ ഈ ബാക്കിലെ സ്റ്റാൻഡിൽ മറച്ചതുപോലെ 30,000 പോസ്റ്ററിലും ആ പേര് മറച്ചുകൊണ്ട് വേണം ഇതിന്റെ പോസ്റ്ററുകൾ ഒട്ടിക്കാൻ. ഇത് വലിയൊരു പ്രതിസന്ധിയാണ്. അപ്പൊ പറഞ്ഞു നിങ്ങൾ റിവ്യൂ കമ്മിറ്റിയിൽ പോയി ഈ പേര് വാങ്ങിക്കോളൂ. റിവ്യൂ കമ്മിറ്റിയിൽ പോയാൽ 20 ദിവസം മുതൽ 45 ദിവസം വരെ എടുക്കും. അപ്പോൾ ഈ സിനിമ ഞങ്ങൾ പറഞ്ഞ 8-ാം തീയതി എന്ന ഡേറ്റിൽ റിലീസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ സിനിമയ്ക്ക് വേണ്ടി ബോർഡുകൾ, ബോർഡിങ്ങുകൾ, മെട്രോ പില്ലർ പരസ്യം, ഇതൊക്കെ നമ്മൾ 15 ദിവസത്തേക്ക് 20 ദിവസത്തേക്ക് വാടകയ്ക്ക് എടുക്കുന്നതാണ്. അപ്പോൾ ദിവസങ്ങൾ കൂടുന്നതിനനുസരിച്ച് പൈസയും കൂടും. പിന്നെ വലിയ സിനിമകൾ റിലീസ് ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം ഏപ്രിൽ മാസത്തിൽ പല റിലീസുകൾ, മെയ്യിൽ പല റിലീസുകൾ, ഇതിനിടയിൽ കൊണ്ടുപോയി ഈ സിനിമ ഇറക്കാനും പറ്റില്ല. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ നിർദ്ദേശങ്ങളോട് പ്രതിഷേധമുണ്ടെങ്കിലും അത് അംഗീകരിക്കുക എന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിപ്പെടുകയുണ്ടായത്. നമുക്കറിയാം കോൺട്രവേഴ്സിയലായ കണ്ടന്റ് ഉള്ള ഇപ്പൊ കേരള സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ഇവിടെ സെൻസർ കൊടുത്തു. അത് പ്രൊപഗൻഡ സിനിമയാണ്. ആ പ്രൊപഗൻഡ സിനിമയ്ക്ക് ഇവിടെ സെൻസർ കൊടുത്തു ഉള്ളടക്കം പ്രശ്നമായിട്ട്. പക്ഷെ ഉള്ളടക്കം പ്രശ്നമല്ലാത്തൊരു സിനിമയ്ക്ക് പേര് മാറ്റണം. അതായത് ഭാരതം എന്ന ഈ വാക്ക് ചില ആളുകളുടെ മാത്രം സ്വന്തമാണ് എന്ന് പറയാതെ പറയുകയാണ്. ഇവിടെ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് സെൻസർ ബോർഡ് കാണിക്കുന്നത് എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം വളരെ മാനസികമായ ബുദ്ധിമുട്ടാണ് ഇതിന് തുടർന്ന് നമുക്കുണ്ടായത്. കാരണം ഒരുപാട് അധിക ചെലവുകൾ, ഈ ബ്രാൻഡിങ് എല്ലായിടത്തും എത്തി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇപ്പൊ ഒരു സർക്കാർ ഉൽപ്പന്നം എന്നാക്കിയാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മുമ്പിൽ ഒന്നുകിൽ ഇന്ത്യ സർക്കാർ അല്ലെങ്കിൽ കേരള സർക്കാർ. ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന് നിങ്ങൾ പേരാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഭാരതമുണ്ട്, അതിൻ്റെ ഉള്ളിൽ കേരളമുണ്ട്, നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ ആ ഒരു വാക്ക് ഞങ്ങളുടെ ബലമായ സംശയം, ഇതിപ്പോ ഇന്ത്യൻ സർക്കാർ ഉൽപ്പന്നം എന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമയ്ക്ക് സെൻസർ കിട്ടുമായിരുന്നു. എന്തുകൊണ്ട് ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് ഈ സിനിമയ്ക്ക് പേരിട്ടു എന്നുള്ളതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടാൽ മനസ്സിലാവും. കാരണം ഇതല്ലാതെ വേറൊരു ഇത്രയും ആപ്റ്റായ പേര് ഈ സിനിമയ്ക്കില്ല. അപ്പൊ ചില ആളുകളുടെ താല്പര്യം അത് ഒരു സിസ്റ്റത്തിന്റെ താല്പര്യമാക്കി മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ താല്പര്യം ചില ആളുകളുടെ താല്പര്യമാക്കിക്കൊണ്ട് ഞങ്ങളുടെ ഈ കൊച്ചു സിനിമയെ ഉപദ്രവിക്കുക എന്നത് മാത്രമാണ് ഈ ഒരു നടപടി കൊണ്ടുണ്ടായിട്ടുള്ളത്. പരാതിയില്ല, പ്രതിഷേധങ്ങളില്ല, ആർക്കും വേറെ ആർക്കും പ്രശ്നമില്ല. ഈ സിനിമ കണ്ട 5 പേര്, അവർക്ക് മാത്രമാണ് പ്രശ്നം. അതെന്താണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. അതിലാണ് ഞങ്ങൾക്ക് പ്രതിഷേധം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ സമാനമായ പല അനുഭവങ്ങളും പല സിനിമകളും നേരിട്ടിട്ടുണ്ട്. ഇത് മലയാള സിനിമയ്ക്ക് മാത്രമുള്ള ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലല്ലോ. ഇത് ഈ ഉഡ്ത പഞ്ചാബ് എന്ന് പറയുന്ന സിനിമയെ എത്ര കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് എല്ലാ കാലത്തും ഇത്തരം സിനിമകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പ്രൊപഗൻഡ സിനിമകൾക്ക് നേരെ പണ്ടുണ്ടായിട്ടുണ്ട്, പ്രൊപഗൻഡ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് മലയാള സിനിമയോട് മാത്രമുള്ള ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് ചില പേരുകൾ ഞങ്ങളുടേതാണ്, ചില ബിംബങ്ങൾ ഞങ്ങളുടേതാണ്, ചില വസ്തുക്കൾ ഞങ്ങളുടേതാണ്, ചില നിറങ്ങൾ ഞങ്ങളുടേതാണ്, അതിന് മറ്റാർക്കും അവകാശമില്ല എന്ന് പറയാതെ പറയുകയാണ്. നമ്മളിൽ അത് അടിച്ചേൽപ്പിക്കുകയാണ് സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത്.